സെബാസ്റ്റ്യൻ വെറ്റലിന്റെ തുടർച്ചയായ 4ാം കിരീടം. സഞ്ജു വി സാംസൺ എന്ന താരോദയം. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് സഡൻ ഡെത്ത്. വിസ്മരിക്കാനാവാത്ത നിരവധി മുഹൂർത്തങ്ങൾ. കേരളത്തിന്റെ കായിക ഐക്കണായി സഞ്ജു വി സാംസൺ ഉദിച്ചുയർന്നു. ശ്രീശാന്ത് തലകുനിച്ചിറങ്ങിയ IPL ആണ് സഞ്ജുവിനെ താരമാക്കിയത്. ക്രിക്കറ്റ് ഭൂപടത്തിൽ കേരളം ഇടം പിടിച്ച വർഷമായിരുന്നു 2013. എലൈറ്റ് ഡിവിഷനിലേക്ക് യോഗ്യത നേടാനായില്ല എങ്കിലും രഞ്ജി ട്രോഫിയിലെ മികച്ച ചില പോരാട്ടങ്ങൾ എടുത്തു പറയേണ്ടവയാണ്. കൊച്ചിയിൽ നടന്ന 67ാം സന്തോഷ് ട്രോഫി സഡൻ ഡെത്തിലാണ് കേരളത്തിന് നഷ്ടമായത്. തുടർച്ചയായി 2ാം തവണയും സർവീസസ് കപ്പുയർത്തി. 9ാം തവണയും അർജുന അവാർഡ് അപേക്ഷ തള്ളിയതിനെതിരെ പ്രതികരിച്ച ടോം ജോസഫ് കേരള കായിക ലോകത്തിന്റെ പ്രതിഷേധ സ്വരമായി. 5 വർഷം ചെസ് ലോകത്തെ തലതൊട്ടപ്പനായി നിന്ന വിശ്വനാഥൻ ആനന്ദിന്റെ വീഴ്ചയും ഈ വർഷം കണ്ടു. നോർവേയുടെ മാഗ്നസ് കാൾസനോട് തോറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദിന് കിരീടം വിട്ടൊഴിയേണ്ടി വന്നു. സൈന നെഹ്വാൾ നിറം മങ്ങിയപ്പോൾ ബാഡ്മിന്റൺ കോർട്ടിൽ ഉദിച്ചുയർന്ന മറ്റൊരു ഹൈദരാബാദ് നക്ഷത്രമായിരുന്നു PV സിന്ധു. മലേഷ്യൻ ഗ്രാൻഡ് പ്രീ ഓപ്പൺ സ്വർണവും ലോക ചാമ്പ്യൻഷിപ്പിലെ വെങ്കലവും സിന്ധു ഈ വർഷം ഇന്ത്യയിലെത്തിച്ചു. IPL മാതൃകയിൽ ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ നടപ്പിലാക്കിയ IBL-ൽ ഹൈദരാബാദ് ഹോട്ട് ഷോട്ട്സ് ജേതാക്കളായി. അഴിമതിക്കാരെ തലപ്പത്ത് തിരികെ കയറ്റിയ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ കടയ്ക്കൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി കത്തിവെച്ചു. നിവർത്തികേട് കൊണ്ട് അഴിമതിക്കാരെ ഒഴിവാക്കി പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള ശ്രമത്തിലാണ് IOA. കബഡിയിൽ ഇന്ത്യൻ അപ്രമാദിത്വം ഈ വർഷവും ഊട്ടിയുറപ്പിച്ചു. പുരുഷ വനിതാ ലോകകപ്പുകൾ ഇന്ത്യ നിലനിർത്തി. ഫോർമുല 1 ഗ്രാൻഡ് പ്രിയിലെ അധീശത്വം ഉറപ്പിച്ച് സെബാസ്റ്റ്യൻ വെറ്റൽ 4ാം തവണയും ലോക ചാമ്പ്യനായി. ഇന്ത്യൻ ഗ്രാൻഡ് പ്രിയിലായിരുന്നു വെറ്റലിന്റെ കിരീടധാരണം.